അസ്ലമയമാണ്. OMVയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് ലക്ഷദ്വീപ് എന്ന മാസ്മരികമായ ലോകത്തിലേക്ക് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ് അല്ലെ. മലിനീകരണമില്ലാത്ത, സ്വസ്ഥതയുള്ള, ശബ്ദങ്ങളില്ലാത്ത, അക്രമമില്ലാത്ത, സമാധാനമുള്ള നാട്ടിൽ കുറച്ച് ദിവസം താമസിക്കണോ? ഇതൊരു ലോകമാണ് കേട്ട. കാഴ്ചകളുടെ നിത്യവസന്തം നൽകുന്ന കടലിനടിയിലെ മാസ്മരികതയെ വിളിച്ചു കാണിക്കുന്ന ലോകം. നിങ്ങൾക്കും ആഗ്രഹമില്ലേ കപ്പലിന് മുകളിലിരുന്ന് നീലാകാശത്തെ നോക്കി നക്ഷത്രങ്ങളോട് കിസ്സ പറയാൻ? നിങ്ങൾ കടൽ കണ്ടിന? കടലിൻ്റെ ഭംഗി കണ്ടിന? ചുറ്റും കടലിനാൽ മോഹപ്പെട്ട കടലോളം സ്നേഹം തരുന്ന ലക്ഷദ്വീപുകാരെ കണ്ടിന? വെട്ടിത്തിളങ്ങുന്ന വെള്ളത്തിൽ മുങ്ങാങ്കുഴിയിട്ട് കടലിൻ്റെ അകത്തളങ്ങളിൽ പോയി കടലിലെ ജീവികളോട് കുശലം പറയാൻ നിങ്ങൾ കൊതിക്കുന്നുണ്ടോ? ലക്ഷദ്വീപ് അതൊരു വല്ലാത്തൊരു ലോകമാണ് കേട്ടാ. നിങ്ങൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ആടെ ഒന്ന് പോകാൻ വേണ്ടി പൂതിയാകുന്നില്ലേ? നമുക്കും പോണ്ടേ? അപ്പോ ഒന്നാമത്തെ എപ്പിസോഡില് ലക്ഷദ്വീപിന്റെ പെർമിറ്റ് എങ്ങനെയാണ് ലഭിക്കുക എന്നും, രണ്ടാമത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത് ലക്ഷദ്വീപിലേക്കുള്ള ഈ യാത്രയാണ്. ഇനി നമ്മൾ ലക്ഷദ്വീപിൽ എത്താൻ പോവുകയാണ് അല്ലെ. ലക്ഷദ്വീപില് എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും ലക്ഷദ്വീപിന്റെ ചരിത്രം എന്താണെന്നും നമുക്കൊന്ന് അറിയണ്ടേ. ഏതൊരു യാത്ര നമ്മൾ നടത്തുമ്പോഴും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ സ്ഥലത്തെ കുറിച്ച് നമ്മളൊന്ന് പഠിക്കണം. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാല് നമ്മുടെ യാത്ര ഭയങ്കര ഭംഗിയായിരിക്കും. അതിന്റെ ഒരു ചരിത്രം, ഒരു വലിയൊരു ഹിസ്റ്ററി പഠിച്ചു പോകാനല്ല പറയുന്നത്. അതിന്റെ പശ്ചാത്തലം, അതിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്, അവരുടെ സംസ്കാരം എന്താണ്, അവരുടെ ഭാഷ എന്താണ്, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ച് ആ നാട്ടിലേക്ക് പോയി കഴിഞ്ഞാല് ആ നാടിനെ അറിയാനും ആ നാട്ടിൽ ഒരാളായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. ഞാൻ മുമ്പത്തെ ഒരു എപ്പിസോഡിൽ പറയുന്നുണ്ടായിരുന്നു, നമ്മളിൽ ഒരാളെ അവരിൽ ഒരാളായിട്ട് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാല് അവർക്ക് പെട്ടെന്ന് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ലക്ഷദ്വീപ് ലക്ഷം ദ്വീപൊന്നും ഇല്ലെങ്കിലും ഒരു 36 ദ്വീപ് സമൂഹം ചേർന്ന ഒരു ദ്വീപാണ് ലക്ഷദ്വീപ്. അതിൽ 11ഓളം ദ്വീപുകളിലാണ് ആൾതാമസമുള്ളത്. അതിൽ ചിത്തിലത്ത്, കടമത്ത്, ബംഗാരം, കവരത്തി, ആന്ത്രോത്ത്, മിനിക്കോയി, കിൽത്താൻ, അങ്ങനെ 11ഓളം ദ്വീപുകളാണ് ബംഗാരം. അപ്പം ചില ദ്വീപുകളിൽ ആൾതാമസം ഇല്ലാന്ന് പറഞ്ഞല്ലോ, ബംഗാരമാണ് അതിന് ഏറ്റവും ഉദാഹരണം. ബംഗാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വാട്ടർ സ്പോർട്സ്, അതായത് ലക്ഷദ്വീപിന്റെ ഏറ്റവും സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ബംഗാരത്തിലാണ്. ലക്ഷദ്വീപിൽ നമ്മൾ പോകുമ്പോൾ ഏത് ദ്വീപിലേക്കാണ് പോകുന്നത് നമുക്കൊരു വ്യക്തമായ ഐഡിയ വേണം. കാരണം ലക്ഷദ്വീപ് ചില ദ്വീപുകളിൽ മാത്രമാണ് വാട്ടർ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടൂറിസം ഉള്ളത്. ലക്ഷദ്വീപ് അറിയപ്പെടുന്നത് തന്നെ വാട്ടർ സ്പോർട്സ് ടൂറിസം ആയിട്ട്, വാട്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ടൂറിസമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പം അങ്ങനെയുള്ള ദ്വീപുകൾ എന്നുള്ളത് അഗത്തി, കവരത്തി, കൽപ്പേനി, ബംഗാരം, കടമത്ത്, ഇങ്ങനെ കുറച്ച് ദ്വീപുകളാണ്. അപ്പൊ ഈ ദ്വീപ് ഞാൻ മുമ്പും ഇത് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇതിപ്പോ പറയേണ്ടത് ഉള്ളത് കൊണ്ട് വീണ്ടും പറഞ്ഞു. ലക്ഷദ്വീപിൽ നമ്മള് കപ്പലിലോ അല്ലെങ്കിൽ ഫ്ലൈറ്റിലോ മറ്റും അവിടെ എത്തി. അത് രണ്ടാമത്തെ എപ്പിസോഡിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ലക്ഷദ്വീപിന്റെ വീഡിയോ OMVയിൽ കാണുന്നുണ്ടെങ്കിൽ ആദ്യത്തെയും രണ്ടാമത്തെ എപ്പിസോഡും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് പോയി കണ്ട് നിങ്ങൾക്ക് കൂടുതൽ ഭംഗിയായിട്ട് ഇത് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മള് ലക്ഷദ്വീപില് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പോകേണ്ടത് ഒരു പോലീസ് സ്റ്റേഷനിലേക്കാണ്. എല്ലാ ദ്വീപിലും ഒരു സ്റ്റേഷൻ ഉണ്ടാവും, അവിടെ ഒരു SI ഉണ്ടാവും. ആ SIമാരൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ലക്ഷദ്വീപിന്റെ തലസ്ഥാനം എന്ന് പറയുന്ന കവരത്തിയാണ്. കവരത്തി ഒരു CI ഓഫീസ് ഉണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞല്ലോ, എല്ലാ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ പോയിട്ട് എൻട്രി പെർമിറ്റ് അടിക്കണം. അവരുടെ രേഖകളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് അവിടെ സെറ്റ് ആയി പോകും. ഇനി നമ്മള് ലക്ഷദ്വീപിന്റെ ചരിത്രം എന്നുള്ളത്, അവിടെ രാഷ്ട്രീയപരമായിട്ടുള്ള അവരുടെ ഭരണഘടനാ സെറ്റപ്പ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടാവും. അത് കേന്ദ്ര ഗവൺമെന്റാണ് നിർമ്മിക്കുന്നത്. ഞാൻ പറഞ്ഞു, ലക്ഷദ്വീപ് ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥലമാണ്, കേന്ദ്രഭരണ പ്രദേശമാണ്. ലക്ഷദ്വീപിലെ ഓരോരു വീട്ടിലും ഏതെങ്കിലും ഒരാളും കേന്ദ്രത്തിൽ ഏതെങ്കിലും കേന്ദ്ര ഗവൺമെന്റിന്റെ ഏതെങ്കിലും സ്ഥാപനത്തിലോ അവരെ കേന്ദ്ര സർവീസിലോ വർക്ക് ചെയ്യുന്നവരായിരിക്കും. അങ്ങനെ ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരും അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരായിരിക്കും ലക്ഷദ്വീപുകാർ.
ഒരു ദ്വീപിൽ ഒരു പഞ്ചായത്ത് ഉണ്ടാവും. അതിന് VDP, വില്ലേജ് ദ്വീപ് പഞ്ചായത്താണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഗ്രാമപഞ്ചായത്ത് പോലെ. ഈ ദ്വീപ് പഞ്ചായത്തിനൊക്കെ ഒരു ജില്ലാ പഞ്ചായത്ത് ഉണ്ടാവും. അത് DP ദ്വീപ് പഞ്ചായത്ത്, അത് കവരത്തിയിലാണ്. ഈ വില്ലേജ് ദ്വീപ് പഞ്ചായത്തിലെ ആൾക്കാരൊക്കെ കൂടി ഒരു ചെയർപേഴ്സണെ തെരഞ്ഞെടുത്ത്, അതുപോലെ തന്നെ ഈ ലക്ഷദ്വീപിലെ 11 ആൾ താമസിക്കുന്ന ദ്വീപിനെ പ്രതിനിധീകരിച്ച് ഒരു MP പാർലമെന്റിലുണ്ടാവും. അങ്ങനെയാണ് ഇതിന്റെ ഭരണഘടനാ സെറ്റപ്പ്. മനസ്സിലായില്ലേ? ലക്ഷദ്വീപിലെ ഭാഷ എന്നുള്ളത് ജസരി ഭാഷയാണ് ലക്ഷദ്വീപുകാർ സംസാരിക്കുന്നത്. ലിപി എല്ലാം മലയാളം തന്നെ, പക്ഷെ അവരുടെ ദ്വീപ് ഭാഷ എന്നുള്ളത് ജസരിയാണ്. ഒരു ദ്വീപിൽ മാത്രം നമ്മുടെ ഭാഷ അവരുടെ ഭാഷയിൽ നിന്ന് വ്യത്യസ്തമായി മിനിക്കോയ് ദ്വീപിൽ മഹല്ല എന്ന ഭാഷയാണ്. മഹല്ല മാലിദ്വീപ് എന്നൊരു അടർത്തിയെടുത്ത ഒരു ദ്വീപ് പോലെയാണ് മിനിക്കോയ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ 10 ദ്വീപുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു സംസ്കാരമാണ് മിനിക്കോയ് ദ്വീപിലുള്ളത്. ജസരി ഭാഷ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. മലയാളത്തിനായിട്ട് ഏറ്റവും സാമ്യമുണ്ട്. പക്ഷെ മിനിക്കോയിലുള്ള മഹല്ല ഭാഷ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പോ നമ്മൾ ഏത് ദ്വീപ് പോയി കഴിഞ്ഞാലും ആ ദ്വീപിലുള്ള ആൾക്കാരുടെ പെരുമാറ്റം, അവരുടെ ആതിഥ്യ മര്യാദ, അത് ഒരു രക്ഷയില്ലാത്ത സംഭവമാണ്. കാരണം വെച്ച് കഴിഞ്ഞാല് ദ്വീപിൽ ആതിഥ്യ മര്യാദ നമ്മൾ ചുമ്മാ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവർ വിളിച്ചോണ്ട് പോയിട്ട് നമ്മളെ വിളിക്കുന്ന ഒരു സംഭവമുണ്ട്, കരക്കാതെ വന്നെന്ന് പറയാം. അവർക്ക് എന്തോ പോലെയാണ്. നമ്മളൊരു വേറെ തന്നെ ഒരു കരയുന്ന ആൾക്കാർ വന്നിട്ടുണ്ട്. അവർക്കെല്ലാം പുതുമയാണ്. കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങള്, നമ്മൾ ഉപയോഗിക്കുന്ന ഫോണുകള്, അതൊക്കെ അപ്ഡേറ്റ് ആണെങ്കിൽ ഒരു 10 വർഷം അവർക്ക് കഴിയണം. ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള എല്ലാ സാധനം നമ്മുടെ നാട്ടിൽ നിന്നോ കൊച്ചിയിൽ നിന്നോ മറ്റോ കയറ്റുമതി ചെയ്ത് അവിടെ എത്തണം. അപ്പൊ തലശ്ശേരിയിലും കൊച്ചിയിലും ഫ്രീക്കന്മാരൊക്കെ ഫ്രീക്ക് ഡ്രസ്സ് ഇട്ട് പോയി കഴിഞ്ഞാൽ അവരിങ്ങനെ നോക്കും, ഒന്ന് അത്ഭുതപ്പെടും. കാരണം വെച്ചാൽ അവരത് കണ്ടിട്ടില്ല. കുറച്ച് കഴിഞ്ഞിട്ടാണ് അവിടെ എത്തുക. അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പൊ ഒരുപാട് പേര് ലക്ഷദ്വീപ് നിന്ന് പഠിക്കാനും മറ്റും ഇങ്ങോട്ട് വരുന്നത് കൊണ്ട് കാണുന്നുണ്ടാവും. പക്ഷെ എന്തായാലും ലക്ഷദ്വീപിലെ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് കയറ്റുമതി പോകുന്നത്. ആകെ അവിടെയുള്ള കൃഷി എന്നുള്ളത് ഒന്ന് തേങ്ങയാണ്. ഈ തേങ്ങന്റെ ചകിരി കൊണ്ട് മറ്റുണ്ടാക്കുന്ന സംഭവങ്ങൾ. പിന്നെ മറ്റൊന്ന് മീൻ പിടിക്കാൻ പോവുക. പ്രധാനപ്പെട്ട മീൻ എന്നുള്ളത് ചൂരയാണ്. ചൂര ഇങ്ങനെ പിടിച്ച് ചൂരനെ കൊണ്ടുള്ള പല വിഭവങ്ങളാണ് അവരുണ്ടാക്കി തരാം. ചൂരനെ കൊണ്ടുള്ള അച്ചാറ്, ചൂരനെ കൊണ്ടുള്ള സമൂസ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവരുണ്ടാക്കി തരും. ചൂര ഇങ്ങനെ ഉണക്കാൻ വെച്ചിട്ടുണ്ടാവും. നമ്മുടെ ദ്വീപിലൊക്കെ പോയിട്ട് ഇങ്ങനെ കടൽ തീരത്ത് ഇങ്ങനെ കഴിഞ്ഞാൽ ദ്വീപിന്റെ സൈഡിലൊക്കെ ചൂര ഇങ്ങനെ ഉണക്കാൻ വെച്ചതായിട്ട് നമ്മൾ കണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ദ്വീപുകാർ സ്നേഹം കൊണ്ട് നിങ്ങളിങ്ങനെ വീർപ്പുമുട്ടിച്ചാടി സ്നേഹിക്കാൻ മാത്രം അറിയുന്ന, സ്നേഹം എന്താണെന്ന് അറിയുന്ന ഒരു സ്ഥലമാണ് ലക്ഷദ്വീപ്. ലക്ഷദ്വീപിൽ ഒരിക്കൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും പോകാൻ വേണ്ടി ഇങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കും. അങ്ങനെയായിരുന്നു ദ്വീപിന്റെ ആതിഥേയത്വം. അതുപോലെ തന്നെ ദ്വീപിലെ മറ്റു സംവിധാനങ്ങൾ തന്നെ അവിടെ കല്യാണം, അതൊക്കെ വ്യത്യസ്തമാണ്. ലക്ഷദ്വീപിലെ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാനൊരു കണ്ണൂർക്കാരനാണ്. കണ്ണൂരും ദ്വീപും ലക്ഷദ്വീപും ഒരു ബന്ധമുണ്ട്. കണ്ണൂരിൽ അറക്കൽ രാജവംശത്തിന്റെ ഒരു സംഭവമായിട്ട് അറക്കൽ രാജവംശത്തിന് കിട്ടിയത് മുമ്പ് ടിപ്പു സുൽത്താന്റെ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് ടിപ്പു സുൽത്താൻ കീഴടക്കുന്നു. പിന്നെ അറക്കൽ രാജിക്ക് കിട്ടുന്നു. അങ്ങനെ ഒരുപാട് ചരിത്രം അതിന്റെ പുറകിലുണ്ട്. ആ ചരിത്രം നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ് ആണ്. അപ്പൊ അവരുടെ കല്യാണമൊക്കെ, ലക്ഷദ്വീപിന്റെ കല്യാണമൊക്കെ നമ്മുടെ കണ്ണൂർ കല്യാണമായിട്ട് ഒരു ബന്ധമുണ്ട്. നിങ്ങൾക്ക് കണ്ണൂർ കല്യാണം മിക്കവാറും ആർക്കും അറിയില്ലേ. കണ്ണൂർ കല്യാണം വ്യത്യസ്തമാണ് കേട്ടോ മറ്റുള്ള സംസ്ഥാനത്തു നിന്നും മറ്റുള്ള ജില്ലകളിൽ നിന്നും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ കല്യാണം കഴിക്കാറില്ലേ, കഴിച്ചു കൊണ്ടുപോകാന്നറിയാം. കല്യാണം കഴിച്ചു കൊണ്ടുപോകാം. പെണ്ണിന്റെ വീട്ടിലേക്ക് ആണ് താമസിക്കുന്നതാണ് കണ്ണൂരെ കല്യാണം. മറ്റുള്ള നാട്ടിലൊക്കെ എങ്ങനെയാണ്, പെണ്ണിനെ കെട്ടിച്ചു വിടുകയാണ് ഇടത്തേക്ക്, ആണിന്റെ വീട്ടിലേക്ക്. പക്ഷെ കണ്ണൂരിലെ ഒരു അറയൊക്കെ ഉണ്ടാക്കി പെണ്ണിന്റെ വീട്ടിൽ താമസിക്കും ആണ്. അതുപോലെ തന്നെയാണ് ലക്ഷദ്വീപിലും. പക്ഷെ ലക്ഷദ്വീപിൽ ഒരു വ്യത്യാസമുണ്ട്. ആ അറയുണ്ടാക്കുന്നതും മറ്റുമെല്ലാം ഈ ചെക്കന്റെ വീട്ടുകാരായിരിക്കും. പെണ്ണിന്റെ വീട്ടിൽ അറയുണ്ടാക്കുന്നതും അതിന്റെ സംവിധാനം, അതിന്റെ പൈസ, മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ചെക്കന്റെ വീട്ടുകാരായിരിക്കണം. പക്ഷെ കണ്ണൂർ അങ്ങനെയല്ല, അത് പെണ്ണിന്റെ വീട്ടുകാരനെ വഹിക്കണം. ഇതിന്റെ കുറെ വശങ്ങളുണ്ട്, ഇതിന്റെ നല്ല വശങ്ങളുണ്ട്. ഇത് നമ്മുടെ ഹോസ്റ്റലിൽ ഈ കണ്ണൂരല്ലേ പെണ്ണിന്റെ വീട്ടിൽ പോയി താമസിക്കുന്നത് കളിയാക്കുന്നതും അത് നമ്മൾ ഓപ്പോസ് ചെയ്യുന്നതും അതിന്റെ ന്യായങ്ങളും അതിന്റെ മറ്റുള്ള സംഭവങ്ങളൊക്കെ ഒരുപാട് പറയാനുണ്ട്. ഈ എപ്പിസോഡ് പറഞ്ഞാൽ തീരില്ല. അപ്പോ അതൊന്നല്ല നമ്മുടെ വിഷയം. ലക്ഷദ്വീപിലെ ഏറ്റവും അടുത്തുള്ള ദ്വീപ് എന്നുള്ളത് ആന്ത്രോത്താണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ താമസിക്കുന്ന ദ്വീപും ആന്ത്രോത്താണ്. മിനിക്കോയാണ് ഏറ്റവും ദൂരെയുള്ള ദ്വീപ്.
അപ്പം ഈ ദ്വീപിലേക്ക് പോകുന്നതിന്റെ ദൈർഘ്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലക്ഷദ്വീപിലെ ഏറ്റവും ആൾക്കാർ ഉപയോഗിക്കുന്ന വാഹനം എന്നുള്ളത് നമ്മുടെ സൈക്കിളാണ്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ലക്ഷദ്വീപില് പെട്രോളിനൊക്കെ ഭയങ്കര പൈസയാണ്. ഭയങ്കര പൈസ എന്ന് വെച്ചാൽ 100 രൂപയാണ് 1 ലിറ്റർ പെട്രോളിന്. അവിടെ നമ്മുടെ പെട്രോൾ പമ്പ് ഒന്നുമില്ല. ഈ അവിടെ സ്റ്റോർ ചെയ്ത് ഗവൺമെന്റ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഡീലറിൽ നിന്ന് നമ്മൾ വാങ്ങിക്കണം. പ്രൈവറ്റ് ആയിട്ട് ഒരുപാട് പേര് പെട്രോൾ വിൽക്കുന്നുണ്ട്. അത് 150 രൂപ 200 രൂപ അങ്ങനെ പോകും. അപ്പോൾ ലക്ഷദ്വീപിൽ നമ്മൾ സാധാരണ നമ്മുടെ നാടുള്ള പോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അവരുടെ രാഷ്ട്രീയമുണ്ട്. അവരുടെ പ്രകടനങ്ങളൊക്കെ നമ്മൾ ഒന്ന് കണ്ടിട്ടായിരുന്നു. രാത്രി ഇങ്ങനെ ഒരു പ്രകടനം ഇങ്ങനെ വിളിച്ചു പോകുന്നത് എന്തോ ഒരു ആവശ്യത്തിന്. അപ്പം നമ്മുടെ നാടന്നെ, പക്ഷെ നമ്മുടെ നാട്ടിന്റെ ആചാരങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് സ്നേഹിക്കാൻ മാത്രം അറിയും. കുറ്റകൃത്യം എന്താണെന്ന് അറിയില്ല. മദ്യമില്ല, അതുപോലെ തന്നെ മയക്കുമരുന്നില്ല. ജീവിതത്തിൽ കുറച്ച് സമയങ്ങളിൽ, കുറച്ച് ദിവസങ്ങളിൽ ഏകാന്തമായി സ്വസ്ഥത ആഗ്രഹിച്ചിട്ട് നമ്മൾ യാത്ര ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ലക്ഷദ്വീപിലേക്ക് പോവാം. കാരണം അസൂയില്ലാത്തൊരു വിഭാഗം, കുറ്റകൃത്യങ്ങളില്ലാത്തതുകൊണ്ട് തന്നെ മനസ്സമാധാനം ഉണ്ട് അവിടെ. ശബ്ദകോലാഹലങ്ങളില്ല. അങ്ങനെ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന, രാത്രി സമയത്ത് പോലും വീടിനെ കുറ്റിയടിക്കാതെ പുറത്ത് വന്ന് നടന്നിട്ട് പോകുന്നത്. വീടിന്റെ കുറ്റൊന്നും ആരുമില്ല, ലോക്ക് ചെയ്യില്ല, കള്ളന്മാരില്ല, കട്ട് കഴിഞ്ഞാൽ പോകാൻ സ്ഥലങ്ങളില്ല. അങ്ങനെ ഒരു സ്ഥലമാണ് ലക്ഷദ്വീപ്. രാത്രി സമയത്ത് കാറ്റ് കൊള്ളാൻ വേണ്ടി ദ്വീപിൽ പോയി കടന്നുറങ്ങുന്നത്, ദ്വീപിന്റെ സൈഡിൽ പോയി ഇരിക്കുന്നതും പുതപ്പും മറ്റും എടുത്ത് ദ്വീപിന്റെ സൈഡിൽ ഇങ്ങനെ കടന്നുറങ്ങുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ലക്ഷദ്വീപിന്റെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ജീവിതവുമായി ഇഴകിച്ചേർന്നിട്ടാണ് ഞാൻ അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഒരുപാട് സംഭവങ്ങൾ എനിക്ക് എന്റെ ക്യാമറയിൽ ഒപ്പിയെടുക്കാൻ പറ്റിയില്ല. ആ സമയത്ത് ഈ ഒരു ചാനൽ തുടങ്ങുമെന്നോ ഇങ്ങനെ സംവിധാനം ഉണ്ടെന്നോ എന്റെ ആഗ്രഹത്തിൽ എന്റെ മനസ്സിലുണ്ടായിട്ടില്ല. അപ്പോ ഈ ഒരു ചാനലാണെങ്കിൽ ഇപ്പൊ ഒരു മാസത്തിന്റെ മുമ്പ് ആയിട്ടുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും പലരും പറഞ്ഞത് കൊണ്ട് മാത്രം തുടങ്ങിയത്. ഇപ്പൊ അതിനെപ്പറ്റി ഖേദിക്കുന്നു. ഞാൻ എന്റെ യാത്രകളിൽ അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ലല്ലോ. പക്ഷെ ആ ദ്വീപിൽ ഒരുവരുത്തനായി ആ ദ്വീപിന്റെ കാര്യങ്ങൾ അറിഞ്ഞ് ജീവിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അത് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം. ലക്ഷദ്വീപില് ഏറ്റവും കൂടുതൽ ഉള്ളത് മുസ്ലിങ്ങളാണ്. അവരാണ് ഭൂരിപക്ഷം ഉള്ളത്. സ്വാഭാവികമായിട്ടും ഓരോ ദ്വീപിലും ഓരോ കാദിമാരൊക്കെ ഉണ്ട്. അപ്പം ലക്ഷദ്വീപിലെ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു. ലക്ഷദ്വീപിലെ സംസ്കാരങ്ങൾ സംസാരിച്ചു, അവിടുത്തെ കാഴ്ചകൾ സംസാരിച്ചു. ലക്ഷദ്വീപിലെ പ്രധാന ആകർഷണം എന്നുള്ളത് അവിടുത്തെ കടലിനടിയിലുള്ള മാസ്മരിക ലോകമാണ്. അപ്പം അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ഗ്ലാസ് ബോട്ടിങ്, പിന്നൊന്ന് സ്കൂബ ഡൈവിങ്, സ്നോർക്കലിംഗ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഗ്ലാസ് ബോട്ടിങ് ആദ്യം തുടങ്ങാം. എന്താണ് ഗ്ലാസ് ബോട്ടിങ്? ഒരു ബോട്ട്, സ്പീഡ് ബോട്ടിന്റെ ഒരു പ്രതലം ഗ്ലാസ് പോലെ ആയിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ക്രിസ്റ്റൽ ക്ലിയർ ആയ വെള്ളമാണ് ലക്ഷദ്വീപിൽ. ആ പ്രതലത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കടലിനടിയിലുള്ള എല്ലാ വസ്തുക്കളും കാണാൻ പറ്റും. നാട്ടിലുള്ള സമയത്ത് ഇപ്പൊ മുമ്പോട്ട് നോക്കുമ്പോൾ മരങ്ങളൊക്കെ കാണുന്നില്ലേ, അതേപോലെ കടലിനടിയിലുള്ള എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റുന്ന അത്രയ്ക്കും ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും ലക്ഷദ്വീപിലെ കടൽ തീരങ്ങൾ എല്ലാ സ്ഥലത്തുള്ള. അപ്പൊ ഈ ഗ്ലാസ് ബോട്ട് അങ്ങനെയാണ്. പ്രതലം, നമ്മൾ നിൽക്കുന്ന സ്ഥലം പ്രതലം ഗ്ലാസ് ആണ്. ആ ഗ്ലാസ്സിലൂടെ നോക്കിക്കഴിഞ്ഞാൽ അടിയുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. അപ്പൊ 10 പേർക്ക് ഒരു ഗ്ലാസ് ബോട്ട് പിടിച്ച് നമുക്ക് പോകാൻ പറ്റും. അതിന് 1500 രൂപയാണ് വില. 1500 രൂപ. 2 പേരുണ്ടെങ്കിലും 1500 ഉണ്ട്. ഒരു 10 പേര് വരെ ഒരു ബോട്ടിൽ പോകാൻ പറ്റും. അപ്പൊ ഒരു ചെറിയൊരു സ്പീഡ് ബോട്ട് പോലത്തെ ഒരു ബോട്ടാണ്. അതിൽ ആൾക്കാർ കയറി 2 സൈഡിൽ ഇരുന്ന് ആ പ്രതലത്തിലൂടെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ കടലിനടിയിലുള്ള പല ജീവികളും പല വസ്തുക്കളും നമ്മളിങ്ങനെ കണ്ടിട്ട് ഭയങ്കര അന്താളിച്ചു. അത് നിങ്ങൾ കണ്ടോക്കി.
കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് ഒരു വല്ലാത്ത എന്താണ് ലക്ഷദ്വീപിലേക്ക് ഒന്ന് എത്തിയാൽ മതി എന്ന് തോന്നുന്നുണ്ടാവും അല്ലെ? ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതിന്റെ അപ്പുറത്തെ കേട്ടാ, അതുക്കും മേലെ എന്താണത്, നമ്മള് സ്കൂബ ഡൈവിങ് കടലിനടിയിലേക്ക് ഊരിയിട്ട് അങ്ങ് പോകുന്ന പരിപാടിയാണ് സ്കൂബ ഡൈവിങ്. അപ്പോ സ്വാഭാവികമായിട്ടും പലരും ചോദിക്കുന്ന ചോദ്യമാണ്, സ്കൂബ ഡൈവിങ് ചെയ്യുമ്പോൾ നീന്താൻ അറിയണോ, പല പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ. നീന്താൻ അറിയൊന്നും വേണ്ട, മനസ്സ് മതി. എന്റെ വൈഫിന് ഇതുവരെ വെള്ളത്തിൽ മുങ്ങിയിട്ട് പോലും ഉണ്ടായില്ല. അപ്പൊ തലേന്ന് രാത്രി സ്കൂബ ഡൈവിങ് ചെയ്യുന്നതിന്റെ തലേന്ന് രാത്രി ഞാൻ എന്ത് ചെയ്തു, അവിടെ നവരാത്രി 11 മണിക്കൊക്കെ എല്ലാ ദ്വീപിലും പോയിട്ട് ഇങ്ങനെ സൈഡിലിരിക്കും, കുളിക്കും, ഇതൊക്കെയാണ് അവിടുത്തെ പരിപാടി. അന്ന് രാത്രി ഇവിടെ വെള്ളത്തിൽ മുക്കി. അപ്പൊ ഒരു ഭയം മാറാൻ വേണ്ടി പിറ്റേന്ന് രാവിലെ നമ്മള് സ്കൂബ ഡൈവിങ് ചെയ്യാൻ വേണ്ടി ഒന്നിക്ക് രാവിലെ പോകണം, അല്ലെങ്കിൽ ഒരു ഉച്ച സമയത്ത് വൈകുന്നേരം മങ്ങിയ സമയത്ത് പോയി കഴിഞ്ഞാൽ കടലിനടിയിലുള്ള സംഭവങ്ങൾ കാണാൻ പറ്റില്ല. അപ്പൊ ഗവൺമെന്റ് പാക്കേജ് പ്രകാരം ഒരാൾക്ക് 2000 രൂപയാണ്. ഈ സ്കൂബ ഡൈവിങ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു എഗ്രിമെന്റ് ഒപ്പിടുന്ന പോലെ കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതണം. അതിന്റെ ഒരു സാരാംശം എന്നുള്ളത് എന്ത് സംഭവിക്കഴിഞ്ഞാലും നമ്മുടെ ഉത്തരവാദിയല്ല. അതുകൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇത് ഈ സ്കൂബ ഡൈവിങ് ചെയ്യുന്നതിന് മുമ്പ് അവരൊരു ട്രെയിനിങ് തരും. ആ ട്രെയിനിങ് നമ്മുടെ കുറച്ച് ചെറിയൊരു വെള്ളത്തിന്റെ അടുത്ത്, അതായത് ദൂരെ പോവില്ല, 6 മീറ്റർ അടിയിലൊക്കെ പോകുന്ന സ്ഥലങ്ങളുണ്ട്. അതിനല്ല തൊട്ടിപ്പുറം പോയിട്ട് നമ്മളൊന്ന് വെള്ളത്തിൽ ഈ അവരുടെ ഓക്സിജൻ സിലിണ്ടർ ബേഗിൽ കെട്ടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് ടെസ്റ്റ് ചെയ്യും. ആ ടെസ്റ്റ് ചെയ്യുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഓക്സിജൻ സിലിണ്ടർ ബേഗിലുണ്ടാവും. അതുപോലെ തന്നെ കണ്ണും മൂക്കും അടങ്ങിയിട്ടുള്ള ഒരു കണ്ണട ഗ്ലാസ് പോലത്തെ സംഭവം, പിന്നെ വായിലൂടെയാണ് നമുക്ക് ശ്വസിക്കാനുള്ള സംഭവത്തിലുള്ള ഉണ്ടാകുക. അത് വെച്ചിട്ട് നമ്മൾ അളന്ന് എന്ത് ചെയ്യും, ട്രെയിൻ ചെയ്യും. ആ ട്രെയിൻ ചെയ്ത് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, ദൂരങ്ങളിലേക്ക് നമ്മളെ ബോട്ടിലേക്ക് കൊണ്ടുപോയി ഒരു സൈഡിൽ വെച്ച് അവിടെ നിന്നാണ് നമ്മൾ താഴത്തേക്ക് ഇറങ്ങി പോകുന്നത്. അവർ ട്രെയിനിങ് തരുമ്പോൾ ആദ്യം പറയുന്ന കാര്യങ്ങളുണ്ട്, നമ്മൾ ഏതൊരു സിനിമയിൽ പറയുന്നത്, നമ്മുടെ റെഡി ആണെങ്കിൽ ഇപ്പോൾ മർദ്ദം പറയുമ്പോൾ ഓക്സിജൻ കിട്ടാണ്ടാവും, അപ്പൊ പ്രശ്നങ്ങൾ വരില്ലേ. ഇപ്പൊ റെഡി ആണെങ്കിൽ ഇങ്ങനെ കാണിക്കണം, റെഡി ആയില്ലെങ്കിൽ ഇങ്ങനെ കാണിക്കണം എന്നുള്ള രീതിയിൽ നമുക്ക് സംസാരിക്കാൻ കഴിയുമല്ലോ. അപ്പൊ ഓക്കെ ആണോ, അവർ ചോദിച്ചുകൊണ്ടിരിക്കും ഓക്കെ ആണോ, അപ്പൊ നമുക്ക് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാം, അപ്പൊ വീണ്ടും അവർ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് നമ്മളെ ശ്രദ്ധിക്കും. പറയിൽ നമ്മളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരാൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അയാൾ നമ്മളിങ്ങനെ കാണിച്ചു തരും, ഇതാണ് മത്സ്യം, ഇതാണ് ഇതിന്റെ ജീവിയുടെ കാര്യങ്ങൾ, ഇതാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. ഇതൊരു അത്ഭുത ലോകമാണ്. കടലിന്റെ അടിയിൽ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലെങ്കിലും സ്കൂബ ഡൈവിങ് ചെയ്യണം. ആ സ്കൂബ ഡൈവിങ് ഇപ്പൊ കൊച്ചിയിൽ നിന്നും മറ്റുള്ള സ്ഥലത്തൊക്കെ ഉണ്ട്, അത് ചെയ്യാൻ പാടില്ല. ക്രിസ്റ്റൽ ക്ലിയർ ആയ നമ്മുടെ മുമ്പിൽ കാണുന്നത് പോലെ കടലിന്റെ ഉള്ളിൽ അത്രക്കും ക്ലിയർ ആയിട്ട് കാണുന്ന ഒരു സ്ഥലം ലക്ഷദ്വീപോ മാലദ്വീപോ അങ്ങനത്തെ കുറച്ച് ആൻഡമാൻ നിക്കോബാറൊക്കെയാണ്. ഇവിടെ നിന്ന് എവിടെയെങ്കിലും പോയിട്ട് നിങ്ങളൊന്ന് സ്കൂബ ഡൈവിങ് ചെയ്യണം. ആ ലോകം അവിടെ കണ്ടോക്കി, കണ്ണ് നമ്മൾ മഞ്ഞടിച്ച് കണ്ണ് തള്ളിപ്പോവും. അത്രക്കും സുന്ദരമായ അത്ഭുതങ്ങൾ നിറഞ്ഞ കടലിനടിയിലെ ലോകത്തൂടി നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ വ്യത്യസ്തതരം മീനുകൾ, വ്യത്യസ്തതരം ജീവികൾ, ആ ജീവികൾ നമ്മളിങ്ങനെ നമ്മൾ തൊടാൻ പറ്റുന്ന രീതികൾ. ഞാനും വൈഫ് ഒന്നിച്ചിട്ട് ഇങ്ങനെ മീനുകളോട് ഇങ്ങനെ കിന്നാരം പറയുന്നത് ഓർമ്മിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയോ ചെയ്തതുപോലെ, എന്തൊക്കെയോ കിട്ടിയതുപോലെ അത്രക്കും ഭംഗിയുള്ള ഈ കടലിനടിയിലുള്ള ലോകത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടതിൽ എത്ര ഭാഗ്യവാന്മാരാണ് നമ്മളെന്ന് ചിന്തിക്കുന്നത്. അതാണ് ലക്ഷദ്വീപിലെ ഏറ്റവും അട്രാക്ഷൻ. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സ്കൂബ ഡൈവിംഗ് ചെയ്തിരിക്കണം. സ്കൂബ ഡൈവിംഗിന്റെ ലോകത്തിലൂടെ നമ്മളൊന്ന് സഞ്ചരിക്കണം അല്ലേ? കണ്ടേ എന്താണല്ലേ ലോകം.
കണ്ട് കഴിഞ്ഞ് കടലിലുള്ള മാസ്മരിക ലോകമൊക്കെ കണ്ട് കണ്ണ് മഞ്ഞളിച്ച് ഇനിയും തീരണ്ടാന്ന് വിചാരിച്ചിട്ട് 20 മിനിറ്റോടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വന്ന് നമ്മുടെ ഫോട്ടോ ഒക്കെ അവരെടുക്കും, വീഡിയോ അവരെടുക്കും. അവരെടുത്ത് ഒരു ക്യാമറ ഉണ്ട്, ഗോപ്രോ. അതിന്റെ വീഡിയോ ഔട്ട്പുട്ട് നമുക്ക് അവർ അന്നേരം തന്നെ തരും. അതടക്കാണ് 2000 രൂപ. നമ്മുടെ കൈമിൽ ഗോപ്രോ ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലത്. പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ലക്ഷദ്വീപിലേക്ക് പോകുന്നെങ്കിൽ ഒരു ഗോപ്രോ ഒക്കെ എന്തായാലും കൊണ്ടുപോയിക്കണം. അത് അത്രയ്ക്കും ഭയങ്കരമായിരിക്കും. 18,000, 20,000, 30,000 രൂപക്കൊക്കെ ഗോപ്രോ കിട്ടും. അത് എന്തായാലും കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുതലാവുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല, അല്ലേ? പോവുകയാണ് നമ്മൾ. ലക്ഷദ്വീപ് എന്ന മാസ്മരിക ലോകം നമ്മളിങ്ങനെ അവസാനിപ്പിക്കാൻ പോകും. കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഈ നിങ്ങൾക്ക് മുമ്പത്തെ എപ്പിസോഡിലേക്ക് പോകാൻ വേണ്ടിയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പലരും ചോദിക്കുന്ന ചോദ്യമാണ് എത്ര പൈസയായി നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടി. ലക്ഷദ്വീപിലെ താമസത്തിന് 800 രൂപ 1000 രൂപയുള്ള നിങ്ങൾക്ക് റൂം കിട്ടും. അതുപോലെ തന്നെ മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 200 രൂപ, സാധാരണ ഒരു ദിവസത്തെ ഭക്ഷണത്തിനൊക്കെ 200 രൂപ മതി. വേറൊരു കാര്യം നമ്മൾ അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ലക്ഷദ്വീപിലേക്ക് പിന്നെ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള കപ്പൽ ടിക്കറ്റ് 450 രൂപ, 5500 രൂപ ഫ്ലൈറ്റ് ടിക്കറ്റ്, പിന്നെ സ്കൂബ ഡൈവിംഗ് 2000 രൂപ, 1500 രൂപ ഗ്ലാസ് ബോട്ടിങ്. ഈ ഒക്കെ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. എന്തായാലും ലക്ഷദ്വീപിലേക്ക് എല്ലാവരും പോകണം. ആ ലോകത്തിലെ കാഴ്ചകളും അവരുടെ സ്നേഹങ്ങളും നിങ്ങൾക്ക് തൊട്ടറിയണം. എല്ലാവരോടും നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.